എന്റെ പൈസ കിട്ടാനുള്ള ഒന്നും ആയില്ലടോ. ആ പൈസ എപ്പോഴും കിട്ടിയില്ലേ? ഈയടോ കിട്ടിയില്ലടോ. എന്നാലേ ആ പൈസ വാങ്ങിത്തരാനേ നമുക്ക് നമ്മളെ ബാബുവക്കനൊന്ന് പോയി കാണാം. അതാവുമ്പോളേ 100% ₹1 കുറയാതെ നിന്നു. ഏത് ബാവാക്കാണ്? മൂപ്പര് എവിടെ ഉണ്ടാവുക? അതിലാദ്യം ഒരു 500 റുപ്യ നമുക്ക് പരിഹാരം കാണാം. ഹലോ ബാബുവക്ക. കാര്യം പറയും. നിക്ക്, ഞാൻ ഈ ഫോൺ നിൽക്കട്ടെ. ഹലോ, ആടോ ബാബുവാണ്. കാര്യം പറ. ആടോ ഞമ്മള് ഏറ്റ കാര്യം എന്തേലും പാളിപ്പോയിട്ടുണ്ട്. എനക്ക് ഞമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ വടിപ്പായിട്ട് ചെയ്യും. ജയ് വളച്ചൊടിക്കാതെ കാര്യം എന്താ കയറി പറയും. അനക്ക് കാല് വേണോ കയ്യ് വേണോ? ഓരോന്നിന് ഓരോ ചാർജാണ്. അല്ല അനക്ക് കക്കും കുറലും വേണം. അത് വേണം അത് തരാം. അല്ലെങ്കിൽ എല്ലൂരി കണ്ട് പാസലയച്ചു തരാടോ. ഇജ്ജെന്തിനാ ബേജാറാവണം? കാര്യങ്ങൾ പറഞ്ഞാ പോലെ. എന്റെ പൈസ ₹1 പോവാൻ എനിക്ക് ഫുള്ള് വാങ്ങി തരും. അത്രക്ക് ഉസാറാണ് നമ്മളെ ബാബുവക്ക. ഇന്നേ വരെ ബാബു ഏറ്റ കാര്യം ഒന്നും പാളിപ്പോയിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കാശിന്റെ കാര്യം. ഓരോന്നിന് ഓരോ ചാർജാണ്. അത് കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം. അപ്പോ ബാബുവിന്റെ പണി ബാബുവിന് തുടങ്ങും. അത് രാവിലെ 6-7 മണിയുടെ ബാബുവിന്റെ പണി ബാബു തീർത്തിട്ട് ബാബുവിന് പോയിരിക്കും. ഓക്കെ നല്ലൊരു അടിപൊളി കോളേജാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ വന്ന കാര്യം പറയും. ബാബുക്ക, ഇവനക്ക് ഒരാൾ കുറച്ച് പൈസ കൊടുക്കാണ്ട് അവൻ നിങ്ങളുടെ വിട്ടുങ്ങാണ്ടൊന്ന് പെട്ടെന്ന് വാങ്ങി കൊടുക്കണം. എടാ മോനെ, ഞാൻ ആ പഴയ പരിപാടിയൊക്കെ ഇപ്പൊ നിർത്തിയടാ. കൊന്നെ ബാബുക്ക, ഞാൻ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നീ കൈ വെട്ടും കാല് വെട്ടും എല്ലൂരെന്നൊക്കെ. ആക്കെ പിന്നെന്താ സംഭവം? എടോ ഞാനിപ്പോ കോഴി ബിസിനസ് തുടങ്ങിയില്ലടോ. കോഴിക്കട കോഴിവട്ടൊക്കെ തുടങ്ങി. ആ കാര്യല്ലേ ഞാൻ സംസാരിച്ചത്.